എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് എൻ്റെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ പുതിയൊരു ജോബ് സ്റ്റാർട്ട് ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഈ ചേഞ്ചസ് ഒക്കെ വരാൻ കാരണം അത്ര വലിയ ഒരു ചിട്ട അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈലൊന്നും അല്ല എൻ്റെ. ബട്ട് എന്താണ് ഈ ഉറക്കത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് ഭയങ്കരമായിട്ടൊരു മടിയുള്ള ഒരു കൂട്ടത്തിലായിരുന്നു കേട്ടോ. പക്ഷെ എന്താണെന്നറിയില്ല, ഞാനിപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് തന്നെ ആവണം, എനിക്ക് വേണ്ടി ഞാൻ തന്നെ ചെയ്യണമല്ലോ, എനിക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഉറക്കം കോംപ്രമൈസ് ചെയ്യുന്നുണ്ട്. ഉറക്കമൊന്നും തീരെ കോംപ്രമൈസ് ചെയ്യാത്ത ആളായിരുന്നു കേട്ടോ ഞാൻ. ഇപ്പോൾ നേരത്തെ ജോബിന് പോകുമ്പോഴാണെങ്കിലും അറ്റ് ദ ലാസ്റ്റ് മൊമെൻ്റൊക്കെ എഴുന്നേറ്റ് റെഡിയായിട്ട് പോകുന്നൊരു കൂട്ടത്തിലായിരുന്നു ഞാൻ. പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടെ എല്ലാ റെസ്പോൺസിബിലിറ്റീസും എൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ കുഴപ്പമില്ല, ബെറ്ററായിട്ട് തോന്നി. കാരണം നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ വലിയ സുഖമല്ലല്ലോ. അപ്പോൾ എല്ലാം ഒന്ന് അതിൻ്റേതായ ഒരു രീതിയിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ. അങ്ങനെ എനിക്ക് വന്നിട്ടുള്ള ചെറിയൊരു ചേഞ്ചാണ് ഞാൻ നേരത്തെ ഉറങ്ങി എഴുന്നേക്കുന്നത് എന്നുള്ളത്. ഞാനിപ്പോൾ ഫ്രൈഡേസിൽ പോലും ഞാൻ നേരത്തെ ഉറങ്ങി എഴുന്നേൽക്കുകയാണ്. 5 മണിക്ക് എഴുന്നേൽക്കില്ല, എന്നാലും ഒരു 7 o'clock ഒക്കെ ആകുമ്പോൾ ഉറങ്ങി എഴുന്നേൽക്കും. എനിക്ക് അത്ര നേരമാണ് ഇപ്പോൾ ഉറങ്ങാൻ പറ്റുന്നുള്ളൂ മെയിനായിട്ട്. അപ്പോൾ ആ ഒരു ശീലം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ കൊണ്ടുവന്നപ്പോൾ എനിക്ക് അതിനൊരു എന്തെങ്കിലുമൊക്കെ ലൈഫിൽ ചെയ്യുന്ന പോലെ എനിക്ക് കുറച്ച് ടൈം ഞാൻ കുറേ ടൈം ഞാനിങ്ങനെ ഉറങ്ങി തീർക്കാറുണ്ട്. അപ്പോൾ ഇപ്പോൾ എനിക്ക് കുറച്ച് ടൈം കൂടുതൽ എനിക്ക് ലൈഫിൽ ഒരു ഡേ ടൈം കിട്ടുന്ന പോലെ അങ്ങനെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ സംസാരിച്ച് സമയം പോയി അറിഞ്ഞില്ല കേട്ടോ. സോ നമുക്ക് ജോബിന് ടൈമായി. സോ വിതൗട്ട് എനി ഫർദർ ഡു, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് ആൻഡ് വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ ഡേ ഇൻ മൈ ലൈഫ്. ഇറങ്ങി ഹാലാനെ ഡേ കെയറൊക്കെ ആക്കി നമ്മൾ പോവാണ്. എൻ്റെയും ബില്ലുവിൻ്റെയും ജോബ് പ്ലേസ് ഓൾമോസ്റ്റ് കുറച്ച് അടുത്തടുത്താണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കങ്ങനെ പോകുമ്പോൾ ഉള്ള ഒരു ടൈമിങ്ങും അത്ര വലിയ പ്രശ്നമൊന്നും ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് പോയപ്പോൾ അടിപൊളിയായിട്ട് ഭയങ്കരമായിട്ട് മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു റോട്ടിൽ. കുറേ ദിവസമായി നമുക്ക് തണുപ്പുണ്ടെങ്കിലും നമ്മൾ ശരിക്കും ഉള്ളൊരു മഞ്ഞ് വിറ്റ്നസ് ചെയ്തിട്ട്, പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ. നമുക്ക് ആ ഒരു ഏരിയയെ കാണാൻ പറ്റില്ലാത്ത രീതിയിൽ നന്നായിട്ട് മഞ്ഞ് മൂടിയിട്ടായിരുന്നു കിടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഇന്നലെ കുറച്ചൊന്ന് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. എത്ര നേരത്തെ എഴുന്നേറ്റാലും ലേറ്റ് ആവില്ലേ, കാരണം ഒന്നാമത് ബ്ലോക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ജോബിനൊക്കെ പോയിട്ട് തിരിച്ചു വരുവാണ് കേട്ടോ. ഞാൻ അടുത്ത വീഡിയോസ് കൂടുതൽ എടുക്കാറില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, കാരണം പ്രൈവസി മാറ്റേഴ്സ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വരികയാണ്. അപ്പോൾ ആസ് യൂഷ്വൽ തിരിച്ചു വന്നപ്പോഴും ഭയങ്കര ബ്ലോക്കായിരുന്നു. അപ്പോൾ പോയതും ബ്ലോക്കിൽ, തിരിച്ചു വന്നതും ബ്ലോക്കിൽ. അത് കഴിഞ്ഞ് ഹാലാനെ പിക്ക് ചെയ്തപ്പോൾ കുറച്ച് താമസിച്ചു പോയി. പക്ഷെ അവളവിടെ മാഷാ അല്ലാഹ് കുഴപ്പമൊന്നുമില്ല, അങ്ങനെ നടന്നോളും. തിരിച്ച് പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും റൂമിലേക്ക് വരുമ്പോഴും അവളുടെ ഒരു ഫ്രീ ആയിട്ടുള്ളൊരു സ്പേസ് ആണല്ലോ നമ്മുടെ ഫ്ലാറ്റ്. അപ്പോൾ അതിലേക്ക് വരുമ്പോഴും അവളുടെ സന്തോഷം കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര ഫീലിംഗാണ്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അങ്ങനെ അങ്ങനെ ഞങ്ങൾ വന്നൊരു 4 o'clock ഒക്കെ ആയിട്ടുണ്ടായി. കാരണം ഞങ്ങൾ ഹാലാനെ പിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഹാലാനെയും കൊണ്ട് ഈ ഒരു ഏരിയയിൽ തന്നെ ജസ്റ്റ് ഒന്ന് വണ്ടിയിലൊന്ന് കറങ്ങും. കാരണം അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഫസ്റ്റൊക്കെ ഇവൾക്ക് കൂടുതൽ അറ്റാച്ച്മെൻറ്റ് എൻ്റെ അടുത്തായിരുന്നു. ആൻഡ് ഞാൻ എപ്പോഴും അത് തന്നെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു വില്ലിനോട്. കാരണം ഇപ്പോഴും ഉണ്ട്, അടുപ്പില്ല എന്നല്ല, പക്ഷേ ഇപ്പോൾ എന്നെക്കാളും കൂടുതൽ കുറച്ചും കൂടെ ഒരു അറ്റാച്ച്മെൻറ്റ് ബില്ലിനോട് കൂടിയിട്ടുണ്ട്. എന്താണെന്നറിയില്ല കേട്ടോ, ചിലപ്പോൾ ഈ കാറിലൊക്കെ പോകാനുള്ള ഒരു ആഗ്രഹം കൊണ്ടും അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണമെങ്കിൽ ആൾ പെട്ടെന്ന് എല്ലാം ചെയ്തു കൊടുക്കും. അപ്പോൾ അതുകൊണ്ടായിരിക്കാം മേ ബി.
കിടന്ന് ഉറങ്ങും കേട്ടോ. കാരണം ഹാല ആ ടൈമിലാണ് ഉറങ്ങുന്നത്. പിന്നെ രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ടയേർഡായിരിക്കും ആ ഒരു ടൈം ആകുമ്പോൾ. അപ്പോൾ 2 മണിക്കൂറൊക്കെ മാക്സിമം ഉറങ്ങാമെന്ന് വിചാരിച്ചിട്ടായിരിക്കും കിടക്കുന്നത്. അലാറം ഒരു 2-3 വെച്ചിട്ടുണ്ടാവും. പക്ഷേ 2 മണിക്കൂർ എന്നുള്ളത് 2:30, 3, 3:30 വരെയൊക്കെ ആയിട്ടുള്ള സമയമുണ്ട് കേട്ടോ. പക്ഷേ എന്തുകൊണ്ടാണ് അത് എനിക്ക് വലിയ കുഴപ്പമില്ലാണ്ടായി തോന്നുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ജോബ് സ്റ്റാർട്ട് ചെയ്തെന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായി, എൻ്റെ ഭയങ്കര വലിയൊരു ഡ്രീമാണ് യൂട്യൂബും അതുപോലെ ഇൻസ്റ്റഗ്രാമും. അപ്പോൾ ഞാൻ കഷ്ടപ്പെട്ട് ഇവിടെ വരെ എത്തിയത് എനിക്ക് ഇവിടെ വെച്ചിട്ട് ഡ്രോപ്പ് ഔട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് രണ്ട് ജോബ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം പുറത്ത് ജോബിന് പോയിട്ട് തിരിച്ചു വരുമ്പോൾ വീഡിയോസും കാര്യങ്ങളും എഡിറ്റ് ചെയ്യാനുണ്ടാവും, വോയിസ് ഓവർ കൊടുക്കാറുണ്ടാവും, അങ്ങനെ ഒരുപാട് പണികൾ വീണ്ടും ഉണ്ടാവും. നമുക്ക് ഡെയിലി അല്ലെങ്കിൽ വീക്കിലി വൺസ് ഒക്കെ വീഡിയോ ഇടുന്ന ഒരാളാണെങ്കിൽ ഓക്കെ, നമുക്ക് ടൈം ഉണ്ടാവും. പക്ഷെ ഞാൻ മാക്സിമം 3 to 4 വീഡിയോസൊക്കെ വീക്കിലി ഇടാൻ നോക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ ഡേ ഇൻ മൈ ലൈഫ് കൊണ്ട് മടുത്തില്ലേ? കുറേ പേർക്കൊക്കെ മടുത്ത് കാണൂലേ? എനിക്കെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വേറെ പുതുതായിട്ടൊന്നും ചെയ്യാൻ ഇല്ല. കാരണം എല്ലാവരും ഈ ഡേ ഇൻ മൈ ലൈഫിൻ്റെ പുറകെ ആയതുകൊണ്ട് വേറെ എന്തെങ്കിലും ഒന്ന് എൻ്റെ ചാനലിൽ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പേടിയാണ്. അതൊന്നാമത്തെ കാര്യം. പിന്നെ ഈ ഒരു വീടും ജോബും അല്ലാണ്ട് ഇപ്പം ഞങ്ങൾ വേറെ പുറത്തേക്കൊന്നും കുറേ ദിവസമായി ഇറങ്ങിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വ്ളോഗ് കിട്ടുന്നില്ല പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ പുതുതായിട്ടുള്ള വീഡിയോസിൻ്റെ സജഷൻ വേണമെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് എന്തായാലും ഇത്ര മതി. ഇനി നമുക്കൊന്ന് പോയി കിടന്നുറങ്ങാം. ഇനി നമുക്ക് നാളെ രാവിലെ 5 മണിക്ക് ഉറങ്ങി എഴുന്നേക്കാം. വെൽക്കം ടു നെക്സ്റ്റ് ഡേ. അപ്പോൾ ഇന്നും നേരത്തെ പറഞ്ഞ പോലെ തന്നെ 5 മണിക്ക് ഉറങ്ങി എഴുന്നേറ്റു. ഇന്നും എനിക്ക് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ നേരത്തെ ഞാൻ കറികളൊക്കെ കുറച്ച് പ്രിപ്പയർ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി ചെറിയ ചെറിയ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കുക്ക് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിപ്പോഴും പറഞ്ഞ പോലെ തന്നെ കുറച്ച് നേരത്തെ എണീക്കുമ്പോൾ നമുക്കൊരു ലൈഫ് കുറച്ചും കൂടെ ബെറ്ററായിട്ട് തോന്നുന്നുണ്ട് ഇപ്പോൾ. കാരണം നമ്മളുടെ ഒരു ലൈഫ് സ്പാനിൽ കുറേ ടൈം നമ്മൾ ഉറങ്ങി തീർക്കുക തന്നെയാണ്. അപ്പോൾ കുറച്ചിങ്ങനെ എണീറ്റ് കുറേ കാര്യങ്ങളിലൊക്കെ ഇൻവോൾവ് ആകുമ്പോൾ ബെറ്ററായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വർക്കിന് പോകുമ്പോഴുള്ള ഒരു ചെറിയൊരു മേക്കപ്പ് ലുക്ക് ചെയ്ത് കാണിക്കാമോയെന്ന്. പ്രത്യേകിച്ചൊന്നുമില്ല, ഭയങ്കര സിമ്പിളായിട്ട് ബേസിക് സ്കിൻ കെയറും കുറച്ച് ഐലൈനറും ബ്ലഷും ലിപ്സ്റ്റിക്കും അങ്ങനെ ഭയങ്കര മിനിമലായിട്ടാണ് കേട്ടോ ചെയ്തിട്ട് പോകുന്നത്. പക്ഷെ നമുക്ക് തീരെ ചെയ്യാണ്ടിരിക്കാനും എനിക്ക് ഇഷ്ടമല്ല. കാരണം നമ്മൾ ഫേസ് എപ്പോഴും നല്ലതായിട്ട് പ്രസൻറ്റബിളായിട്ടിരിക്കണം. നമുക്ക് തന്നെ നമ്മൾ എന്നൊരു കോൺഫിഡൻ്റ് ആണെന്ന് തോന്നണം. വിതൗട്ട് മേക്കപ്പ് കോൺഫിഡൻ്റ് അല്ല എന്നൊന്നും കേട്ടോ. എന്നാലും കുറച്ചുകൂടെ ഒന്ന് പ്രസൻറ്റബിളായിട്ടിരിക്കാനായിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യും. അപ്പോൾ ഇതൊക്കെ ഞാൻ എപ്പോഴും ഷോർട്സിലൊക്കെ പോസ്റ്റ് ചെയ്യുന്ന സെയിം പ്രൊഡക്ട്സൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും പ്രൊഡക്റ്റിൻ്റെ ലിങ്കോ ഡീറ്റെയിൽസോ വേണമെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി, ഞാൻ അങ്ങനെ ആഡ് ചെയ്ത് തരാം. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. ഇനി നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.